അത് ശരി. ഇങ്ങോട്ട് കേട്ടാ മതി. റെക്കോർഡിങ് തുടങ്ങി. നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേണ്ടി വന്നാൽ കേൾക്കുന്നുണ്ടല്ലോ, തീരെ ചെറുതായിട്ട് കേൾക്കുന്നു. അപ്പൊ എന്തോ സാറിന്റെ ഓഡിയോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അതൊന്ന് ശരിയാക്കണം. കഴിഞ്ഞ ദിവസം ധാതുകാവ്യത്തിന്റെ തുടക്കത്തിലെ ഈ ഓഡിയോ തീരെ റെക്കോർഡ് ചെയ്തതും തീരെ കേൾക്കാമല്ലോ. ശരി ശരി ശരി. അപ്പൊ നിങ്ങൾ പറയുന്നതും കേൾക്കാം, ഞാൻ പറയുന്നത് കേൾക്കാം. അപ്പൊ അവിടുത്തെ പ്രശ്നമായിരുന്നു, ഏതാണ്ട് ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നമായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. വൃത്തിയായിട്ട് കേൾക്കാം. തൽക്കാലം ഫോളോ ചെയ്തെന്ന് വിചാരിച്ചേ. അതെ, റെക്കോർഡിംഗ് ആയോ? ആയി, റെക്കോർഡിംഗ് തുടങ്ങി. അത് നമുക്ക് തുടങ്ങാം. മുപ്പത്തിയാറാമത്തെ അല്ലേ? അതെ അതെ. പതയിതമുത്ഥിതം സദിതിജന്മനുതർക്കഹതം വിഭിചരതി ക്വചമഷാനതോഭയയുക് വ്യവകൃതയേ വികൽപ പരമ്പരയാ സമയതി ഭാരതീതരുക്തജലാൻ. പതഃ ഇദം ഉത്ഥിതം, സത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ഉണ്മയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. പതഃ ഇദം ഉത്ഥിതം. പദ് ഇതി ചേത് നനു തർക്കഹതം. ഫത്തിൽ നിന്നുമുണ്ടായ വസ്തു ഫത്ത് തന്നെ ആവണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം ഫത്തല്ലേ? ഫത്തിൽ നിന്നുമുണ്ടായ ഈ പ്രപഞ്ചം ഫത്തല്ലാതെ എങ്ങനെ ഫത്താകും? ഫതീതി ചേത്, ഫത്താണെന്ന് പറഞ്ഞാൽ തർക്കഹതം നനു, അത് തർക്കം കൊണ്ട് നശിക്കപ്പെടില്ലേ? ഫത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. പൂർവപക്ഷത്തിന്റെ സംശയമല്ലേ? പൂർവപക്ഷത്തിന്റെ സംശയം. അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുണ്ടോന്നേ. അഫത്തിൽ നിന്നും ഉണ്ടാകാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. കഥം അഫതഹ സജ്ജായത്, അഫത്തിൽ നിന്നൊന്നും ഉണ്ടാവാൻ പറ്റില്ല. അപ്പൊ ഫത്തിൽ നിന്നേ ഉണ്ടാകാൻ പറ്റും. ഫത്താണ് ഈശ്വരൻ ബ്രഹ്മം അല്ലേ? അതെ അതെ അതെ. ആ ഫത്തിൽ നിന്നേ ഉണ്ടാകാൻ പറ്റും. ഫത്തിൽ നിന്ന് ഉണ്ടാകുന്ന വസ്തു എങ്ങനെ അഫത്താകും? അത് ഫത്താണ്. അപ്പൊ ജഗത്തിനെ എന്താണ് പാരമാർത്ഥിക ഫത്വത്വം കൽപ്പിക്കേണ്ടി വരില്ലേ? അതില്ലല്ലോ. ജഗത്തിനോട് വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ അത് പാരമാർത്ഥിക ഫത്വം അല്ല, സത്യം അല്ലെന്ന് പറയണം. എങ്കിലേ വിരക്തി വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെ ഉറപ്പിക്കണമെങ്കിൽ സജ്ജന സംസർഗം ആവശ്യമാണെന്നൊക്കെയാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. ജഗത്തിന് പാരമാർത്ഥിക സത്യത്വം ഇല്ല എന്ന് പറഞ്ഞതിനെ ഒരു പൂർവപക്ഷിയുടെ ശങ്കയും സമാധാനവും കൊണ്ട് ഇവിടെ ഉറപ്പിക്കാൻ പോവാണ്. ഒരു പൂർവപക്ഷിയുടെ ചോദ്യമുണ്ട്, അതിന് മറുപടിയുണ്ട്. ജഗത്ത് ഫത്തിനുണ്ടായതാണെങ്കിൽ ഫത്ത് തന്നെ ആവണം, ഇതാണല്ലോ ഇവിടുത്തെ പൂർവപക്ഷിയുടെ ശങ്ക വരുന്നത്. ജഗത്ത് സത്തിൽ നിന്നും ആണോ? അല്ലല്ലോ. ബ്രഹ്മം എന്ന ഫത്തിൽ നിന്ന് അല്ലേ ഉണ്ടാകാൻ പറ്റും, അല്ലാതെ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. മായയാണെന്നല്ലേ പറയുന്നേ? മായ. അതെ, പക്ഷെ ഈശ്വരനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഈശ്വരന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതല്ലേ? അതെ, സൃഷ്ടി നമുക്ക് തോന്നുന്ന ഒരു പ്രഹേളികയാണെന്നല്ലേ? അതെ, അല്ല ഇവര് പറഞ്ഞു വെച്ചതും അങ്ങനെയാണ്. ഫത്തിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ്.
അങ്ങനെ ആണെങ്കിൽ അത് അഫത്താവണ്ടേ എന്നൊരു പൂർവപക്ഷി ചോദിക്കുക. അതെ 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 അതെ. അങ്ങനെയാണെങ്കിൽ അത് അഫത്താവണ്ടേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഫത്ത് തന്നെ ആവണ്ടേ? ഫത്തിൽ നിന്നും ഉണ്ടാകുന്ന ഫത്തല്ലേ ആവുള്ളൂ. അതെ. അതിന് കുറെ ഉദാഹരണം താഴെ കാണിക്കുന്നുണ്ട്. ശരി ശരി ശരി. അപ്പൊ ഇതാണ് പൂർവപക്ഷം. ജഗത്ത് ഫത്തിൽ നിന്നും ഉണ്ടായിരിക്കാൻ ഫത്ത് തന്നെയല്ലേ എന്ന് ശങ്ക. ജഗത്തിന് കാരണം ബ്രഹ്മമാണ്, സംശയമില്ലല്ലോ. അത് ഫത്തുമാണ്, ബ്രഹ്മം ഫത്തുമാണ്. ഫത്തെന്ന് വെച്ചാൽ പാരമാർത്ഥിക സത്യമാണ് ബ്രഹ്മം. അതിൽ നിന്നാണ് ലോകം ഉണ്ടായത്. അതുകൊണ്ട് ജഗത്തും സത്തായിരിക്കണം എന്നാണ് പൂർവപക്ഷിയുടെ ശങ്കയുടെ ഭാരം. അത് കിട്ടിയല്ലോ. കിട്ടി കിട്ടി. മനസ്സിലായി മനസ്സിലായി. അവരുടെ സംശയം വേറെ രീതിയിലാ പോയത്. അതെ അതെ, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഈ ആശങ്കയ്ക്ക് മറുപടി പറയാൻ പുറപ്പെടുക. അത് തർക്കഹതം. അപ്പൊ അതിന് തർക്കശാസ്ത്രത്തെ കൂട്ടുപിടിക്കാം. തർക്കം കൊണ്ട് നശിക്കപ്പെടില്ലേ എന്നാണെങ്കിൽ തർക്കശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് പറയാൻ പോവാണ്. ഫത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് ഒരു കാരണമാണ്. പാരമാർത്ഥിക സത്യത്വമാണ് നമുക്ക് സാധ്യം. ജഗത്ത് പക്ഷവുമാണ്. ഇതാണ് തർക്കശാസ്ത്രം. പക്ഷം, സാധ്യം, ഹേതു, ഇത് മൂന്നും വേണം. നിങ്ങൾ കുറച്ച് തർക്കം പഠിച്ചല്ലേ? അപ്പൊ പർവ്വതോ വന്യമാൻ ധൂമാത്. ധൂമാത് കാരണമാണ്. നമുക്ക് സാധിക്കേണ്ടത് പർവ്വതം വന്യുണ്ട് എന്നുള്ളതാണ്. അതാണ് നമുക്ക് സാധ്യം. അതിന് കാരണം ഇവിടെ പർവ്വതം തന്നെയാണ്, പക്ഷം. ഈ മൂന്നെണ്ണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ഇവിടെ ജഗത്ത് പക്ഷമാണ്, പർവ്വതം പോലെ. അതിൻ്റെ അകത്ത് തീയുണ്ട് എന്ന് കാണിക്കേണ്ടതാണ്. പാരമാർത്ഥിക സത്യമാണ് ജഗത്ത് എന്ന് കാണിക്കാൻ പോവാ. അതിന് കാരണം ഭത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് ഹേതു. മൂന്നും കിട്ടിയോ? ഇത് തർക്കശാസ്ത്രമാകട്ടെ. പൂർവപക്ഷി ഒരു നൈയായികനാ ചോദിച്ചേക്കുന്നത്, താർക്കികനങ്ങനെ ഇങ്ങനെ ചോദിക്കാം. അപ്പം ഇത് മൂന്നും പാരമാർത്ഥിക സത്യം എന്നുള്ളത് സാധിക്കേണ്ടതാണ്, സാധ്യമാണ്. ജഗത്താണ് അതിനുള്ള പക്ഷം, സത്തിൽ നിന്നും ഉണ്ടായത് എന്നുള്ള ഹേതു. അപ്പൊ ഇവിടെ ഈ ശങ്ക വിരുദ്ധമാണ്. അത് തർക്കം കൊണ്ട് നശിക്കപ്പെടില്ലേ എന്നാണ് ചോദ്യം വരാൻ പോകുന്നത്. സത്തിൽ നിന്ന് ഭിന്നമല്ല, സത്ത് തന്നെ എന്നാണ് സാധ്യമെങ്കിൽ സത്തിൽ നിന്നുണ്ടായത് എന്ന് പറഞ്ഞത് കൊണ്ട് സത്തിൽ നിന്നും ഭിന്നമാണെന്നുള്ള ഭേദം തോന്നുകൊണ്ട് അതിന് വിരോധിയായ അഭേദത്തെ സാധിക്കാൻ ഈ ഹേതു മതിയാവില്ല. ഈ ഹേതു ദുഷ്ടമാണെന്ന് പറയാൻ പോവാം. സത്തിൽ നിന്നും ഉണ്ടായതാണെങ്കിൽ അത് സത്ത് തന്നെ ആവണം. അപ്പൊ ഇവിടെ സത്തിൽ നിന്നും ഉണ്ടായത് എന്ന് പറയുന്ന ഹേതു ഇവിടെ ദുഷിക്കുകയല്ല. ഹേതു ഇവിടെ ദുഷിക്കില്ലേ? കാരണം ഈ പ്രപഞ്ചം എന്താണ്? അസത്താണ്. ഇല്ല, ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ്, ഇല്ലാത്തതാണ്. അതെ, അതാണല്ലോ. അപ്പൊ വാസ്തവത്തിൽ ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞ കാരണം ഇത് ചേരില്ല. ഹേതു ഇവിടെ ചേരില്ല. പർവ്വതോ വന്യമാൻ ധൂമാത് എന്ന് പറഞ്ഞിട്ട് ധൂമാത് എന്ന ഹേതു അവിടെ ചേരും. അതെ അതെ. പക്ഷെ ഇവിടെ ഈ ഹേതു ചേരില്ല. അതുകൊണ്ടാണ് തർക്കഹതം നനു. അങ്ങനെയാണെങ്കിൽ ഇത് തർക്കഹതമല്ലേ, ഹേതു ചേരാത്തോണ്ട്? അത്രയും കിട്ടിയോ ആ ഒരു പോയിന്റ്? കാരണം ഹേതുവിന് ഇവിടെ സാധുത്വമില്ല. ഇല്ല, ഹേതു വിരോധിയാണ്. അഭേദത്തെ കാണിക്കാൻ ഈ ഹേതു പര്യാപ്തമല്ല. അതുകൊണ്ട് വിരുദ്ധമാണ്. അതുകൊണ്ട് തർക്കഹതമല്ലേ എന്നാണ് ഭാരം. ചോദ്യം എവിടെയാണ്? സദ ഇതം ഉത്ഥിതം സതിജ നനു തർക്കഹതം. ഹേതു ചേരാത്തോണ്ട് തർക്കം കൊണ്ട് നശിക്കപ്പെടുന്നതല്ലേ? എന്നാൽ ഇതിന് സമാധാനം പറയാൻ പോവാം. അഭേദം സാധിക്കണമെന്നില്ല. കാരണം ഭേദത്തെ നിഷേധിക്കാൻ ഈ ഹേതു മതിയാകുമല്ലോ. ഭേദത്തെ നിഷേധിക്കാൻ എന്താണ്? ഈ ഹേതു പര്യാപ്തമാണ്. കാരണം
ഇതിന്റെ ഈ അവസാനം പര്യവസാനം അഭേദത്തിലായി വരുന്നത് കൊണ്ട് ഹേതു ഇഷ്ടം തന്നെ എന്ന് പറയുന്ന പക്ഷവും സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ചം ഇല്ലാതാവുന്നുണ്ടല്ലോ. നമ്മൾ ഇപ്പോഴീ കാണുന്ന ഭൗതിക പ്രപഞ്ചം എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാകുന്നുണ്ട്. അതെ, അത് നമ്മൾ കാണുന്നത് തന്നെയാണ്. ഓരോ വസ്തു എന്നതുപോലെ പ്രപഞ്ചവും ഇല്ലാതാകും. ഇല്ലാതാകണമെങ്കിൽ ഉണ്ടായിട്ടല്ലേ ഇല്ലാതാകാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പൊ ഇത് ഉള്ളതല്ലേ? അവിടെയാണ് ചോദ്യം. ഇവിടെയാണ് നമ്മളെ തർക്കം ആരംഭിക്കുന്നത്. ഇല്ലാത്ത ഒരെണ്ണം ഇല്ലെന്ന് പോയി എന്ന് പറയണ്ടല്ലോ. അതെ, ശരിയാ. ഉള്ളതല്ലേ ഇല്ലാതെ പോയി എന്ന് പറയേണ്ടത്. പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഇതെങ്ങനെ യോജിക്കും ഹേതു എന്നാണ് ചോദ്യം. ചോദ്യം ശരിയായല്ലോ? കാരണം ഈ പര്യവസാനം അഭേദത്തിലായി വരുന്നതുകൊണ്ട് ഹേതു ഇഷ്ടം തന്നെ എന്ന് പറയുന്ന പക്ഷം സമ്മതിക്കാൻ തന്നെയാണ്. കാരണം അപ്പോഴും ദോഷം തിരിയുന്നുണ്ടെന്നാൽ ഈ പറഞ്ഞ ഹേതു എല്ലാ ദിക്കിലും എന്നപോലെ നിയമമായി കാണപ്പെടണം എന്നില്ല. കാരണം ചിലയിടത്ത് വ്യഭിചാരം കാണുന്നു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫത്തിൽ നിന്നുണ്ടായത് ഫത്ത് തന്നെ എന്നാണല്ലോ ഇപ്പൊ ഇവിടെ പറഞ്ഞ് സ്ഥാപിക്കാൻ പുറപ്പെടുന്നേ. ഫത്ത് തന്നെ എന്ന് പറഞ്ഞത് സാധാരണ നിയമമാണ്, ശരിയാണ്. ഫത്തിൽ നിന്നുണ്ടാകും, ഫത്തുണ്ടാകും. അതിൽ നിന്നുണ്ടായത് അത് തന്നെ ആകണം എന്നാണല്ലോ സാധാരണ നിയമം. എന്നാൽ പിതാവിൽ നിന്നുണ്ടായ പുത്രൻ എന്താണ്? പിതാവായിട്ടും കാണപ്പെടുന്നുണ്ടല്ലോ, പുത്രനായിട്ട് നിൽക്കുന്നില്ലല്ലോ. പിതാവിൽ നിന്നും ആരുണ്ടായി? പുത്രനുണ്ടായി. ആ പുത്രൻ ആരായിട്ട് മാറും? പിതാവായിട്ട് മാറുമല്ലോ. അപ്പൊ പിന്നെ പിതാവിൽ നിന്നുണ്ടാകുന്ന പുത്രൻ എപ്പോഴും പുത്രനായി തന്നെ നിലനിൽക്കാത്തത് കൊണ്ട് ഫത്തിൽ നിന്നും ഫത്ത് തന്നെ എന്ന് പറഞ്ഞതിന്റെ സാധാരണ നിയമം എന്താണ്? എല്ലായിടത്തും യോജിക്കില്ല. പിതാവിൽ നിന്നുണ്ടാകുന്ന പുത്രൻ എന്നുള്ള ഭാവത്തിൽ നിലനിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അതിനെന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. അതുപോലെയല്ലേ ഈ പ്രപഞ്ചവും എന്നാ പറയാൻ പോവാം. ഫത്തിൽ നിന്നും ഉണ്ടാകുന്നത് ഫത്താണെങ്കിലും അത് എന്ത് ചെയ്യാം? മാറ്റം ഉണ്ടാകാം. അതിന് ഉദാഹരണം ഈ കാണിച്ചാണ്. നല്ലൊരു ഉദാഹരണമാണ്. അതെ, വിടുകല്ലോ, ഏകന്മാര് വിടില്ലല്ലോ, നിഷേധിക്കാൻ പറ്റാത്തതാണ്. ഇനി ഒരു ഉലക്ക ഒരു കുടത്തിന്റെ പുറത്ത് വീണു. കുടം നശിക്കും, പക്ഷെ ഉലക്ക എന്ത് ചെയ്യും? നിലനിൽക്കില്ലേ? കുടം നശിക്കാൻ കാരണം ആരാണ്? ഉലക്ക. ഉലക്ക എന്ത് ചെയ്യുന്നുണ്ട്? അത് നിലനിൽക്കുന്നില്ലേ? അത് നശിക്കുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഒന്നിനുണ്ടായ വസ്തു അതന്നെ ആയിട്ടും നിലനിൽക്കണം എന്നില്ല, അതിന് മാറ്റമുണ്ടായി നിലനിൽക്കാം. ഇവിടെ കുടം നിലനിൽക്കുന്നത് ഉടഞ്ഞ കുടമായിട്ടാണ്, അല്ല കുടമായിട്ടല്ല. അപ്പൊ എന്താകും? ഈ ഫത്തിന് എന്തുണ്ടാകാം? മാറ്റം ഉണ്ടാകാം. ഫത്തിൽ നിന്നുമാണ് ഫത്ത് ഉണ്ടാകുന്നതെന്നാണ് നിങ്ങൾ പറഞ്ഞു വന്നതെങ്കിൽ അത് അംഗീകരിക്കാം. പക്ഷെ ആ ഫത്തിന് എന്തുണ്ടാകാം? മാറ്റത്തിന് വിധേയമാണ്. ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ അതിൽ നിന്നുണ്ടായത് അതായി തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞ നിയമത്തിന് സാധുവാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ നിന്നുണ്ടായ വസ്തു അങ്ങനെ നിലനിൽക്കണം എന്നില്ലല്ലോ. ഫത്തിൽ നിന്നുണ്ടായ വസ്തു, ഈ ഫത്തായ പ്രപഞ്ചം അങ്ങനെ നിലനിൽക്കണം എന്നില്ല. അതെന്താകാം? അഫത്താകാം, നശിക്കാം, ഇല്ലായ്മയാവാം. മുമ്പ് പറഞ്ഞ സാധാരണ നിയമത്തിന് മാറ്റം ഉണ്ടാവാം. വ്യാവഹാരിക തലത്തിലെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ് ഇവിടെ ഈ ആശങ്ക ദൂരീകരിക്കാൻ പോകുന്നത്. ശരി. എന്താ? ചരളത്തെ വ്യഭിചരിക്കുന്നതായിട്ട് കാണപ്പെടുകയും ചെയ്തു. വ്യഭിചരതി കൊച്ച. അടുത്ത വരി നോക്കിക്കോളൂ, രണ്ടാമത്തെ വരി. ഇത്രയും പറയാതെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായി. അല്ലെ പിന്നെ ചുമ്മാ വായിച്ചങ്ങ് വിട്ടൊരു അർത്ഥം പറഞ്ഞു വിട്ടാൽ മതി. നിങ്ങൾ തർക്കം പഠിച്ചവരായതുകൊണ്ട് ഞാൻ പിന്നെ അവയിലേക്ക് പോയതാ, അല്ലെ ഞാൻ അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചതാണ്. സാധാരണ ഭാഗവതം പറഞ്ഞത് ഇതിന്റെ ആവശ്യമില്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഈ ഉദാഹരണങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നു. അതെ. അവിടെ
അവിടെ തർക്ക വിഷയം എടുത്ത് പറഞ്ഞില്ലെങ്കിൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. തർക്കം അതിന്റെ പുറകിൽ നിന്നാ മതി, കുഴപ്പമില്ല. അപ്പൊ ശ്ലോകത്തിൽ നോക്കിക്കോളൂ. സതൈതമുത്ഥിതം സതീതിജൻ നനു തർക്കഹതം നനു തർക്കഹത അല്ലേ വ്യഭിചരതിക്വച. ചിലടത്ത് മാറ്റം വന്ന് കാണുന്നില്ലേ? തർക്കഹതമാണെന്ന് സമ്മതിച്ചു, പക്ഷെ അതിന് മാറ്റം ഉണ്ടാവുന്നില്ലേ? വ്യഭിചരതിക്വച കൊച്ച മൃഷ. ഇനിയും എന്താണ്? ചിലടത്ത് അത് എന്താണ് മിഥ്യയായിട്ട് കാണപ്പെടുന്നില്ലേ? ചിലടത്തത് മിഥ്യയായിട്ട് കാണും, അങ്ങനെ തന്നെ കാണണമെന്നില്ല. സത്തിൽ നിന്നുണ്ടാകുന്ന വസ്തു, സത്തായ വസ്തു അങ്ങനെ കാണണം എന്നില്ല. ഉലക്ക വീണിട്ടും കുടം അങ്ങനെ നിൽക്കുന്നില്ല, അത് ഉടഞ്ഞ് കഷ്ണങ്ങളായിട്ട് പോകുന്നില്ലേ? അതെ അതെ. അപ്പൊ എന്ത് ചെയ്യാം? മാറ്റമുണ്ടായി വ്യഭിചരിക്കാം. അപ്പൊ ചിലടത്ത് വ്യഭിചരിക്കുന്നതിനെ കാണുന്നുണ്ട്, അതുകൊണ്ട് വ്യഭിചരിക്കൊച്ച എന്നാണ് പറഞ്ഞത്. ഇനി നിമിത്ത കാരണത്തെ ഗ്രഹിക്കുന്നില്ല, ഉപാദാന കാരണത്തെയാണ് ഗ്രഹിക്കുന്നതെങ്കിൽ സതഹ ഉത്ഥിതം എന്നതിന് സത്താകുന്ന ഉപാദാനത്തോടു കൂടിയതാണ് എന്ന് അർത്ഥം പറഞ്ഞാലും ദോഷമുണ്ട്. സത്താകുന്ന ഉപാദാനത്തോടു കൂടിയതാണ് ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടാലും ദോഷമുണ്ട്. കയറാകുന്ന ഉപാദാനത്തോടു കൂടിയതാണ് പാമ്പ്, പക്ഷെ പാമ്പ് ഒരിക്കലും കയറാവില്ലല്ലോ. ഇല്ല, പാമ്പ് ഒരിക്കലും കയറല്ല. കയറെന്ന ഉപാദാനത്തോട് കൂടിയാണ് പാമ്പ് കാണുന്നത്. അല്ലാണ്ട് അപ്പൊ എന്താണ്? അത് മിഥ്യയല്ലേ? കൊച്ചമൃഷ ചിലടത്ത് മിഥ്യയായിട്ട് കാണാം. അതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞത്. പാമ്പിൽ കയറെന്ന് പറയുന്നത് മിഥ്യയല്ലേ? അതെ അതെ അതെ. ഉണ്ടാകുന്നില്ലല്ലോ. അതില്ലാതാവുകയും ചെയ്യും. അപ്പൊ പാമ്പിൽ നിന്നും കയറുണ്ടാകുമെന്നും പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല, മിഥ്യയാണല്ലോ അത്. അപ്പം കൊച്ച വ്യഭിചരതി കൊച്ചമൃഷ. ചിലടത്ത് വ്യഭിചരിക്കുന്നു, ചിലത് മിഥ്യയാകുന്നു. ഇത് ലോകത്ത് കാണപ്പെടുന്ന കാഴ്ചയല്ലേ? ഇനി ന തഥ ഉഭയുക്ക്, രണ്ട് ചേർന്നല്ല, ഈ പറഞ്ഞ രണ്ടും. വ്യഭിചരതി കൊച്ച കൊച്ചമൃഷ, ഇത് രണ്ടും എന്ത് ചെയ്തില്ല? ഇവിടെ ചെയ്തില്ല. അതുകൊണ്ട് ഈ വിധത്തിൽ പറഞ്ഞാലും ഹേതുവിന്റെ ദോഷം തീരുകയില്ല. അതുകൊണ്ടാണ് ചിലടത്ത് മിഥ്യ എന്ന് പറഞ്ഞത്. ഇതിന് സമാധാനം പൂർവക്ഷി പറയുന്നത്, പാമ്പിന് ഉപാദാനം കയറ് മാത്രമല്ല, അവിദ്യാസഹിതമായ കയറാണ്. അജ്ഞാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കയറാണ്. കയറ് സത്യമല്ലല്ലോ. അല്ല അല്ല, അവിദ്യ കൊണ്ടുണ്ടാകുന്നതാണ്. അജ്ഞാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അവിദ്യാസഹിതമായ കയറ് അവസ്തുവാണ്, ഇല്ലാത്തതാണ്. ഇല്ലേ? അവിടെ കയറില്ലല്ലോ, പാമ്പല്ലേ ഉള്ളൂ. അതെ അതെ അതെ. അവിദ്യ കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്. അവിദ്യാസഹിതമായ കയറ് അവസ്തുവാകയാൽ പാമ്പിന് മിഥ്യാത്വമുണ്ട്. പാമ്പില്ല, പിന്നെ എന്തേ ഉള്ളൂ? കയറ് മാത്രമേ ഉള്ളൂ. കയറ് കണ്ടിട്ട് പാമ്പാന്ന് ഭ്രമിച്ചതല്ലേ? അതെ. അവിദ്യാസഹിതമായ കയറ് അവസ്തുവാകുന്നത് കൊണ്ട് പാമ്പിന് ഇല്ലായ്മയുണ്ട്, അത് യുക്തം എന്ന് പറയുന്ന പക്ഷം ഇത് തന്റെ പക്ഷത്തെ സാധിപ്പിക്കാനും മറ്റുള്ള പക്ഷത്തെ എതിർക്കാനും മാത്രമേ ഉപകരിക്കത്തുള്ളൂ. തന്റെ പക്ഷത്തെ സാധിക്കാം, എതിർപക്ഷത്തെ എന്ത് ചെയ്യാം? എതിർക്കാനേ സാധിക്കുള്ളൂ. ഒറ്റ കാരണമായി, ഏക കാരണമായി യോജിച്ചിരുന്നാൽ കൊള്ളാമായിരുന്നു എന്നാണെങ്കിൽ രണ്ടിൽ വെച്ച് പരോക്ത ദൂഷണത്തിൽ യോജിച്ചിരിക്കും. അതുകൊണ്ട് സോക്ത സാധനയിൽ യോജിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ജഗത്തിനും കേവല സത്ത ഉപാദാനമല്ല. പാമ്പും കയറും പോലെ അല്ലല്ലോ ജഗത്ത്. പാമ്പിൽ കയറ് ആരോപിച്ചതുപോലെ അല്ലല്ലോ ഈ ജഗത്ത്. അല്ല അല്ല. അപ്പൊ അവിദ്യാസഹിതമായ സത്താകുന്നു ഇവിടെ ഉപാദാനം. അവിദ്യാസഹിതമായ ആ സത്ത അവസ്തുവാകയാൽ സത്തെന്ന ഉപാദാനത്വം തന്നെ അസിദ്ധമായി പോകും. അതുകൊണ്ട് അഭിപ്രായത്തെ കാണിക്കാനാണ് ന തഥ ഉഭയുക്ക്, രണ്ടും ചേരില്ല. രണ്ടും ഇവിടെ നമുക്ക് വ്യഭിചരിച്ചു പോകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, ഇല്ലാത്തതാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ കാണപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റത്തില്ല. പാമ്പും കയറും പോലെ അല്ല ഇവിടെ ജഗത്ത്.
അപ്പോൾ ഈ പറഞ്ഞ രണ്ട് തർക്കവും ഇവിടെ ചേരില്ല. ന തഥാ ഉഭയ യുക്, രണ്ടും ചേരില്ല. അപ്പൊ രണ്ട് വാദമാണ് പറഞ്ഞ്. ഒന്ന്, വ്യഭിചരിച്ച് മാറ്റമുണ്ടാകാം, കാരണത്തിന് മാറ്റമുണ്ടാകാം. മറ്റൊന്ന്, കാരണം മിഥ്യാവും. ഇത് രണ്ടും കൂടി ഇവിടെ ആരോപിക്കാൻ പുറപ്പെട്ടാലോ രണ്ടും ഇവിടെ ചേരില്ല. കാരണം എന്താണ്? ഈ പ്രപഞ്ചം ഇവിടെ നിലനിൽക്കുന്ന നമുക്ക് അനുഭവിച്ച് കാണാം. ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ളതിന് കാരണം ഈ പ്രപഞ്ചം എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും സമയവും ഇത് സത്തല്ലേ? അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനിയും എന്താണ്? സ്വപ്നത്തിലെ പോലെയോ മറ്റെന്തെങ്കിലും പോലെ ആണ് എങ്കിൽ വേറൊരു ഉപാധി വന്നിട്ടാണ് നശിക്കുന്നത്, അല്ലാതില്ല. ഈ കാരണത്തിന് വെളിയിൽ നിന്ന് മറ്റു ഉപാധി കൊണ്ടുവന്നിട്ട് വേണം ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ. അതുകൊണ്ട് ആദ്യത്തെ പക്ഷം യോജിക്കില്ല, രണ്ടാമത്തെ പക്ഷം മിഥ്യ എന്ന് പറഞ്ഞാൽ അതും യോജിക്കത്തില്ല. ഇത് രണ്ടും ഇവിടെ ചെയ്തില്ല. വ്യഭിചരതി ക്വച ക്വചമൃഷ ന തഥാ ഉഭയുക്. വ്യവഹൃതയെ വികൽപ്പ ഇതി വികൽപ്പ ഇഷിതോ അന്ധപരമ്പരയാ ഭ്രമയതി. ഇനിയും ഇവിടെ ജഗത്തിന് പാരമാർത്ഥിക സത്യത്വം സാധിക്കാൻ പുറപ്പെടാം. അങ്ങനെയാണെങ്കിൽ അന്ധപരമ്പരയായിട്ടുള്ള വികല്പം ആ ഇഷ്ടമാണ് എന്നുള്ളതിന് നിരസിക്കണം, ഇല്ലായ്മ ചെയ്യണം. അന്ധപരമ്പരയായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വൈകല്പ്യതയുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരാശങ്ക. അത് ഇഷ്ടമാണെന്ന് സ്വീകരിക്കാൻ പുറപ്പെട്ടാൽ അതിനെ നിരസിക്കാൻ പോകാം. കാരണം അന്ധപരമ്പര കൊണ്ട് എന്താ സാറേ ഉദ്ദേശിക്കുന്നത്? അറിവില്ലായ്മയുടെ പരമ്പര കൊണ്ട്. ഓ ശരി. അജ്ഞാനം കൊണ്ട്. അതെ. അപ്പം ആ അഭിപ്രായത്തെയും സ്വീകരിക്കാൻ പറ്റില്ല, സാധിക്കാം. ഈ അഭിപ്രായത്തെ വ്യവഹാരത്തിന് വേണ്ടി ആണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതിന് വ്യവഹാരത്തിനുള്ള പാരമാർത്ഥിക സത്യത്വം മാത്രമല്ലേ ഉള്ളൂ, അല്ലാതില്ലല്ലോ. അതിനുള്ള വൈകല്പികത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആശങ്കത, അതെന്താണ്? അതും ഇവിടെ മതിയാകുന്നുണ്ട്. ഇത് രണ്ടും സ്വീകരിക്കാം. ഇപ്പൊ കള്ളനാണയം ആയിരുന്നാലും അതിന് ഇന്ന വിലയെന്ന് നാട്ടു നടപ്പായിട്ട് അത് കച്ചവടമൊക്കെ കൊടുത്താൽ അതിന്റെ വിലയ്ക്ക് തക്കതായ സാധനം കിട്ടിയതേ. ഇയാൾ അറിയുന്നില്ലല്ലോ ഇത്. ഇപ്പൊ കള്ളനാണയം കൊടുത്ത് സാധനം മേടിക്കാറില്ലേ? അയാൾ അറിയുന്ന വരെ അയക്ക് കുഴപ്പമില്ല. ഇത് എന്ത് നല്ല ഉദാഹരണങ്ങളായിക്കോളൂ നേരത്തെ. കൂടെ കാർഷാപണാദിഭിഹി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കള്ളത്തരം കൊണ്ടുള്ള നാണയം പോലെ. അപ്പൊ അതിന് കള്ളനാണയം ആണെങ്കിലും അതിന് ഇന്ന വില എന്നൊരു വ്യവസ്ഥയുണ്ടല്ലോ. ഇപ്പൊ 10 രൂപ നോട്ട് കള്ളനാണയമാണെങ്കിലും അതിന് 10 രൂപയുടെ വിലയുണ്ടല്ലോ. അതുകൊണ്ടാണ് കച്ചവടക്കാരന് കൊടുത്താൽ 10 രൂപയ്ക്ക് തക്ക സാധനം തിരിച്ചു തരുന്നതുകൊണ്ടാണ്. അപ്പൊ കള്ളനാണയത്തിന് വിലയില്ലെന്നും അത് കൊടുത്താൽ സാധനം വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ശരിയാവുകയല്ല. കള്ളനാണയം കൊടുത്ത സാധനം നമ്മളെ പിടിച്ച സാധനമൊന്നും കിട്ടുക അല്ല, അറിയുന്നിടം വരെ ഇത് കിട്ടുന്നത് വരെ നടക്കുന്നില്ല. അങ്ങനെയല്ലേ നമ്മളിപ്പോ വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും അറിയുന്നില്ല, അയാളും അറിയുന്നില്ല. എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ കള്ളനാണയം അറിയുന്നേ. നമ്മള് കള്ളനാണയം ആണെന്ന് അറിഞ്ഞിട്ടല്ല കൊടുത്തത്, കച്ചവടക്കാരനും അറിഞ്ഞിട്ടില്ല. നമ്മൾ കൊടുത്തത് 100 രൂപയുള്ള സാധനങ്ങൾ തരികയും ചെയ്തു. പിന്നെ എത്ര കാലം കഴിഞ്ഞായിരിക്കും ചിലപ്പോ ഇത് കള്ളനാണയമാണെന്ന് ഏതെങ്കിലും ഒരു വഴിക്ക് വരുമ്പോഴല്ലേ തിരിച്ചറിയുന്നേ. അപ്പം അതുവരെ ഈ നടന്ന വ്യവഹാരം സത്താണോ അസത്താണോ? അതുവരെ നടന്നത് സത്താണ്. ആണല്ലോ. എന്ത് ഉദാഹരണം കൊണ്ടാണ് നമ്മളെ ആ തർക്കത്തിന്റെ ഗതികളെ കൊണ്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് വ്യവഹാരം നടക്കുമെന്നല്ലാതെ നാണയം ശുദ്ധമാണെന്ന് ആരും വിചാരിക്കത്തില്ല.
അല്ലെ? വ്യവഹാരം തൽക്കാലം നടന്നു, പക്ഷെ നാണയം എന്തല്ല, ശുദ്ധമല്ല എന്ന് അറിയുമ്പോഴാണ് അറിയുന്നത്. അതുപോലെയാണ് അർത്ഥക്രിയകൾ കൊണ്ട് വികല്പം തന്നെ മതി എന്ന് നിശ്ചയിക്കാൻ പറ്റും. അർത്ഥക്രിയകൾ കൊണ്ട് ഇതിന് വൈകല്പികത ഉണ്ടാക്കിയെടുക്കാം. അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? ഉപകരണം. ക്രിയ എന്ന് വെച്ചാൽ അതിന്റെ പ്രവൃത്തി. നാണയം അർത്ഥമാണ്, നാണയത്തിന്റെ പ്രവൃത്തി അതിന്റെ ക്രിയയുമാണ്. അതുകൊണ്ട് ഈ അർത്ഥക്രിയയുടെ പ്രവൃത്തി കൊണ്ട് തന്നെ അതിന് ഒരു വികല്പം ഉണ്ടാക്കാം. ആ വികല്പം മതി എന്ന് വേണമെങ്കിൽ നിശ്ചയിക്കാം. വികല്പം ഉണ്ടായതിന് വികല്പ അന്തരം കാരണമാണ്. കാരണം ഈ ഉണ്ടായ വികല്പത്തിന് ഇനി എന്തുണ്ടാകാം? മാറ്റം ഉണ്ടാവാമല്ലോ, ഇല്ലേ? സത്യം അറിയുമ്പോ എന്ത് ചെയ്യും? അതിന് മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് കൽപ്പന നിമിത്തമുള്ള പ്രതീതി ഒരു സംസ്കാരത്തിന് കാരണമാകുന്നു എന്നല്ലാതെ അവിടെ വിഷയത്തിനെ തക്കിയ സത്യത്വം വന്നു നിയമമില്ല. മുമ്പ് പറഞ്ഞ കള്ളനാണയം എന്നും കള്ളനാണയം തന്നെയാണ്. പക്ഷെ തിരിച്ചറിയുന്നിടം വരെ അല്ലേ ഉള്ളൂ അതിന് നിലനിൽപ്പ്. ഈ പ്രപഞ്ചം അങ്ങനെയാണ്. ഇത് അസത്താണെന്ന് അറിയുന്നത് വരെയല്ലേ, അറിയുന്ന വരെ നമ്മൾ സത്താന്ന് വിചാരിച്ചല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അറിയുന്നത് വരെ അതെ, അതുവരെ സത്ത് തന്നെയാണ്. അതെ, അറിയുന്നവരെ ഇത് സത്ത് തന്നെയാ ഉപയോഗിച്ചല്ലേ പറ്റൂ. അപ്പൊ സത്തിൽ നിന്ന് ഈ സത്ത് ഉണ്ടാകും എന്ന് പറയുന്നത് ഇവിടെ വ്യഭിചാര ദോഷം. നമ്മൾ അറിയുന്നത് വരെ വരെയുള്ളൂ. അത് നമ്മൾ അറിയണമെങ്കിൽ എത്ര സാധനങ്ങൾ കൊണ്ട്, എത്ര ജ്ഞാനം കൊണ്ട്, എത്ര ഇതുകൊണ്ടായിരിക്കും നമ്മൾ അറിയാൻ പോകുന്ന ജഗത്ത് മിഥ്യാന്ന്, ബ്രഹ്മസത്യം ജഗത് മിഥ്യാന്ന് വേദാന്തം പഠിച്ച അങ്ങേറ്റത്തെത്തുമ്പോഴല്ലേ അറിയുന്നേ. ശിക്ഷിച്ചത് കൊണ്ട് കാര്യമില്ല, ഇത് അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അനാദിത്വം ഹേതുവായിട്ട് പൂർവപൂർവ ഭ്രമനിഷ്ഠമായതിന് ഉത്തരോത്തരമായ ആരോപണം ഭവിക്കുന്നതുകൊണ്ട് അന്ധപരമ്പരാന്യായ വികല്പം തന്നെയെന്ന വ്യവഹാരവും സാധുവല്ലാണ്ടാവും. കാരണം പൂർവം ആദ്യം കണ്ടത് പിന്നീട് അത് ഭ്രമിച്ച് അസത്തായിട്ട് മാറുകയല്ലേ. അപ്പൊ പിന്നെ വരുന്നതിന് അതൊരു ആരോപണമായിട്ട് തീരുന്നത് കൊണ്ട് അന്ധപരമ്പരാ ന്യായം എന്ന് പറഞ്ഞതും ഇവിടെ ശരിയല്ല. അതുകൊണ്ട് ജഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ അസത്ത് തന്നെ, അതിന് സംശയിക്കണ്ട. വ്യവഹൃതയെ വികൽപ്പ ഇഷിതു അന്ധപരമ്പര ഭ്രമയതി, അത് ഭ്രമിക്കുകയാണ്. ഭാരതീത്ത ഉരുവൃത്തിഭി ഉഗ്ധജഡാനും കർമ്മങ്ങളിലുള്ള അശ്രദ്ധ കൊണ്ട്, ഉഗ്ധമായ ജഡത്വം കൊണ്ട്, അശ്രദ്ധ കൊണ്ട്, അശ്രദ്ധയുടെ ആധിക്യം കൊണ്ട് പൂർവാപരങ്ങളെ ചിന്തിക്കാനുള്ള ശക്തി ഇല്ലാത്തവരെ, ആലോചനാശക്തി കുറഞ്ഞ ജനങ്ങളെ ഭ്രമയതി, അവർക്കാണ് എന്ത് ചെയ്യുന്നത്? മോഹിപ്പിക്കുന്നത് ഈ വസ്തുക്കളൊക്കെ. അനേക വിധത്തിലുള്ള ഉരുവൃത്തികളെ കൊണ്ട് പദാർത്ഥങ്ങളെ സംബന്ധിച്ച് ഭാരതി വാക്കുകൾ ഭ്രമിപ്പിക്കുക ചെയ്യുക. ഗൗണീ ലക്ഷണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുകയായിരിക്കും. അതുകൊണ്ട് അതങ്ങ് വിടാം ആ ഒരു പോയിന്റ്. പിന്നൊന്ന് പറയാൻ വന്നതാണ്. ഗൗണീ ലക്ഷണ കൊണ്ട് ലക്ഷണയ്ക്ക് തന്നെ പല ഭേദമുണ്ട്. എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അത് ആ ഒരു വിഷയമില്ല, അത് നമുക്ക് അത്യാവശ്യമില്ല. തൽക്കാലം നമുക്ക് ശ്ലോകത്തിന് ആശയം അതുകൊണ്ട് കിട്ടിക്കോളും. അതുകൊണ്ട് ഇങ്ങനെ തർക്ക രീതി ആലോചിക്കുമ്പോൾ ഭൂമി മുതലായ 14 ലോകങ്ങളും അവിടെയുള്ള ഭോഗ്യ പദാർത്ഥജാലങ്ങളുമൊക്കെ അനിത്യങ്ങളാണെന്ന് സിദ്ധിക്കുന്നതിനാൽ അസത്താണ് എന്ന് ഇപ്പൊ പറയാൻ പോവാണ്. സത്തല്ലേ എന്നുള്ള ആശങ്കയ്ക്കാണ് രണ്ടു തരത്തിലും അതിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അന്ധപരമ്പര ന്യായം കൊണ്ടും അതിനെ നിഷേധിച്ചിട്ട് ഇത് അസത്ത് തന്നെയാണ്. കാരണം സത്തിനുണ്ടാകുന്ന വസ്തു സത്തായിട്ട് തന്നെ നിലനിൽക്കണം എന്നില്ല, അതിനുണ്ടാകാം മാറ്റം ഉണ്ടാകാം. അതുകൊണ്ട് സത്തിൽ നിന്നും എന്ത് ചെയ്യാം? അസത്ത് ഉണ്ടാകാം. അസത്തിൽ നിന്നും സത്ത് ഉണ്ടാകാൻ പറ്റത്തില്ല.
നേരെ തിരിച്ചു പറ്റില്ല. അതുകൊണ്ട് സത്തിൽ നിന്നാണ് ഈ 14 ലോകങ്ങളും അവിടെയുള്ള ഭോഗ്യ പദാർത്ഥങ്ങളും ഒക്കെ എന്താ അനിത്യങ്ങളാണെന്ന് സിദ്ധിക്കുന്നുണ്ട്. അവയിൽ ഉറച്ചുവിടുന്ന ആസക്തി വൈരാഗ്യം കൊണ്ട് നശിപ്പിച്ച് നിത്യ ആനന്ദ സ്വരൂപനായ ആ ബ്രഹ്മത്തിൽ പരമപ്രേമ നിവൃത്തി രൂപമായ ഭക്തി ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ് മനുഷ്യജന്മത്തിന്റെ ഫലം എന്ന് ഉറപ്പിക്കാൻ പോയതാ. അതിന് ഈ തർക്കത്തെ കൂട്ടുപിടിച്ചു പോയതാ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. ഇതാർക്കെങ്കിലും മനസ്സിലാകുമോ സാറേ? അവിടെയാണ് കുഴപ്പം. അതുകൊണ്ടാണ് ഇതാരും ഒന്നും പറയാത്തത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാനേ പോവില്ല. ഇത് വെറുതെ വായിച്ചില്ലാതേ പറ്റുള്ളൂ. കുറച്ചെങ്കിലും തർക്കം പഠിച്ചവർക്ക് പിന്നെ കുറെയെങ്കിലും നിങ്ങളെ കുറെയൊക്കെ തർക്കഫിനൊക്കെ പഠിച്ചവരില്ലാത്ത കുറച്ച് പേരുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചത്. അവിടെയാണ് തീർച്ചയായുള്ളൂ. പക്ഷേ യുക്തിഫലമായ ചിന്തയാണ്. അല്ലേ? എന്നാൽ തന്നെ ഇതൊന്നും ഉൾക്കൊള്ളാൻ അത് ഉപനിഷത്ത് പഠിച്ചോണ്ട് മനസ്സിലാവുന്നുണ്ട് സാറേ. കറക്റ്റ്. അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇല്ല, ഈ രണ്ട് കാര്യം ഓർത്താൽ മതി. ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? സത്തിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ്. ഈശ്വരനിൽ നിന്നാണ് ജഗത്ത് ഉണ്ടായത്. അത് നമുക്ക് എന്താ സൃഷ്ടിക്രമം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഭഗവാന്റെ ഇച്ഛയാണ്. ഇച്ഛയിൽ നിന്ന് കാലമുണ്ടായി, പിന്നെ ഇങ്ങനെ ഓരോന്നുണ്ടായി. നമ്മൾ ഇഷ്ടം പോലെ എന്താ സൃഷ്ടിക്രിയ പഠിച്ചു. അപ്പൊ അതൊരു സത്യമാണ്. അപ്പോഴാണ് ചോദ്യം ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ സത്തിൽ നിന്നുണ്ടാകുന്ന ഈ പ്രപഞ്ചം സത്തായിട്ട് നിൽക്കണ്ടേ? അതിന് അവർ അവിടെ തർക്ക യുക്തി പിടിച്ചിട്ട് അതിന്റെ ഹേതു അസത്തായി പരിണമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഹേതു ചിലയിടത്ത് അസത്താവാം, ചിലയിടത്ത് സത്താവാം. ഈ മാറ്റം ഹേതുവിനുണ്ടാകാം. ഹേതു എന്നും അങ്ങനെ നിലനിൽക്കണം എന്നില്ല. ഇപ്പം പർവ്വതത്തിന് മുകളിൽ പുക കണ്ടിട്ട് എന്ത് വിചാരിച്ചു? അഗ്നിയാണെന്ന് വിചാരിച്ചില്ലേ? പുക പോലെ പർവ്വതത്തിന് മുകളിൽ മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണെങ്കിലോ? ആ മഞ്ഞ് കണ്ടിട്ട് അഗ്നിയാണെന്ന് വിചാരിക്കാൻ പറ്റുമോ? വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവിടെ ഹേതു വ്യഭിചരിച്ചില്ലേ? പർവ്വതോ വന്യമാൻ ധൂമാത് എന്നുള്ള ഹേതു, ധൂമാത് ഹേതുവാണ്. അതിനെന്ത് ചെയ്തു? വ്യഭിചരിച്ചില്ലേ? ഇങ്ങനെ ഉണ്ടാവരുതോ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും സത്തിൽ നിന്നുണ്ടാകുന്ന സത്തായിട്ട് നിൽക്കണം എന്നുള്ള ഹേതുവിന് എന്ത് ചെയ്യാം? വ്യഭിചാരം ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പ്രപഞ്ചം എന്ത് തന്നെയാണ്? അസത്ത് തന്നെയാണ്. പിന്നെ സത്തായിട്ട് തോന്നുന്നത് എന്താണ്? അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ കാര്യങ്ങളെ ഗ്രഹിച്ച് അത് ബോധ്യമാവാത്തെന്ന് തോന്നാം. അതുവരെ ഇത് സത്തായിട്ട് തന്നെ നിലനിൽക്കട്ടെ. അത് കഴിയുമ്പോൾ ബോധ്യപ്പെടും ഇത് അസത്തായിട്ട്. അത്രേ പറ്റും. അങ്ങനെ ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് വിരക്തി. അതുവരെ വിരക്തി വേണ്ട. ഇത് അസത്താണെന്ന് ബോധ്യപ്പെടുമ്പോൾ വിരക്തി ഉണ്ടാകണം. വിരക്തി ഉണ്ടായാൽ ബ്രഹ്മത്തിലേക്ക് പോകാം. ഇതൊക്കെ ഇങ്ങനെ കാര്യകാരണ സഹിതം എല്ലാരെയും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതാ അല്ല, പക്ഷെ അതിനെല്ലാം ഉത്തരമുണ്ട് നമുക്കെന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ. ഉത്തരമുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ. അതെ, ഈ പൂർവക്ഷിയുടെ ചോദ്യം മുഴുവൻ ചോദിക്കുന്നത് ഒരാളാണ്, വ്യാസനാണ്. നോക്കണം, രണ്ടുപേരില്ല. അതെ, അല്ലാതെ വെറുതെ ബ്രഹ്മമുണ്ട്, വെറുതെ ഈ പ്രപഞ്ചമുണ്ട് എന്നുള്ള കാഴ്ചപ്പാടല്ല ഇതിന്. അതെ, യുക്തിപരമായിട്ട് നമ്മളോട് പലരും ചോദിക്കുന്നതാണ്. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ഇല്ലാത്തതെങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ചോദിക്കുന്നല്ലേ? അല്ല, എല്ലാരും ചോദിക്കുന്ന കാര്യമല്ലേ? ചോദിക്കുക, അത് തന്നെയാണ് ഇവരെടുത്തിട്ടത്. പക്ഷേ ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമല്ലേ ബാക്കിയുള്ളവർക്ക് ഇത് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം മറ്റുള്ള സ്ക്രിപ്റ്റേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം. അതുകൊണ്ടാ പറയുന്നത് ചോദ്യം ചെയ്യരുത്. ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഇത് ഉറപ്പിച്ചു കൊണ്ടുവന്നത്. നാനാവഴിക്കുന്ന ആശങ്കകൾ ഉണ്ടാക്കിയിട്ടാണ് ഉറപ്പിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിന്റെ ഈ ബ്യൂട്ടി ആരും മനസ്സിലാക്കുന്നില്ലെന്നുള്ള. ഇപ്പൊ കള്ളനാണയം കള്ളമാണെന്ന് അറിയുന്നത് വരെ അത് നാണയം തന്നെ വ്യവഹാരം നടക്കുന്നു. അതുപോലാണ് ഈ പ്രപഞ്ചം. അതും ഈ ദൃഷ്ടാന്തങ്ങളെ എല്ലാം സാധാരണ
വ്യവഹാര ദശയിൽ നമുക്ക് അനുഭവമുള്ളത്. അനുഭവവേദ്യമായിട്ടുള്ള അതെ സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് വ്യാസൻ. ശാസ്ത്രത്തിൽ ഒരിക്കലും അങ്ങനെയല്ല. അല്ലല്ല. ഇവിടെ പക്ഷേ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ് ഇതിനെ നമ്മളെ സമർത്ഥിക്കുന്നത്. അപ്പൊ ഇത്രയുള്ളൂ നമ്മൾ മനസ്സിലാക്കാൻ. ഈ പ്രപഞ്ചം സത്തിൽ നിന്നും ഉണ്ടായത് തന്നെയാണ്. പക്ഷെ അത് അസത്തായിട്ട് തോന്നിക്കുന്നത് എന്താണ്? നമുക്കത് സത്തല്ലേ എന്ന് തോന്നിക്കുന്നത് സത്തായി നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഇത് എന്താണ്? ഇല്ലാത്തതാണ്, ഉണ്ടെന്ന് തോന്നിക്കുന്ന താൽക്കാലികമാണെന്ന് അറിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് യഥാർത്ഥമായ ഈശ്വര സത്തയുടെ ചൈതന്യം കൊണ്ടാണ് ഈ ജ്ഞാനമുണ്ടായി. ഇത് അസത്താണെന്ന് ബോധ്യപ്പെടുന്നത് വരെ സത്തായിട്ട് നിന്നോട്ടെ. നിങ്ങളുടെ പൂർവപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അത് സത്തായിട്ട് നിലനിൽക്കും. പക്ഷെ ഈ സത്യമല്ല. ഈ കള്ളനാണയം കള്ളമാണെന്ന് അറിയുന്നത് വരെ ഇത് സത്താണ്. അതാണോ അന്ധപരമ്പരയാന്ന് പറഞ്ഞേക്കുന്നത്? അന്ധപരമ്പര ന്യായമാണ് സാർ. അപ്പൊ നമ്മള് കള്ളനാണയം കൊണ്ട് നടക്കുക സത്യത്തിലില്ലേ? തീർച്ചയായിട്ടും. അതെ. അതിന് എപ്പോഴെങ്കിലും പിടിക്കപ്പെടുന്നത് വരെ ഇങ്ങോട്ട് നടക്കാം. ഈ കള്ളനാണയമാണ് നമ്മൾ കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നത് മുഴുവൻ. അതൊന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതാണെന്ന് അറിയണം. ആ ഒരു ഭയം ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. ഈശ്വര ഇത് പിടിച്ചാൽ എല്ലാം പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? 10 മനുഷ്യരെ കിട്ടണം. എത്ര വിദഗ്ധമായിട്ടാണ് വേദം നമ്മളെ ഇത് ബോധ്യപ്പെടുത്തുന്നത്. സാറേ, പ്രപഞ്ചവും ജഗത്തും ഒന്ന് തന്നെയാണോ? അല്ല, ഒന്ന് തന്നെ. രണ്ടും ഒന്ന്. അപ്പം പിന്നെ നമ്മളൊരു വേദാന്തമൊക്കെയല്ലേ തെറ്റുക ഭുജംഗം ഇത് പ്രതിഭാസിതം എന്നും പറഞ്ഞൊരെണ്ണ ഒരു ഇതുണ്ടല്ലോ, ഒരു ശ്ലോകത്തിലുണ്ടല്ലോ സാറേ. അപ്പൊ അത് നമ്മളിത് പ്രപഞ്ചം ആണെന്ന് നമ്മൾ ബ്രഹ്മത്തെ പ്രപഞ്ചമാണെന്ന് പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതല്ലേ? അതല്ലേ ഇപ്പൊ പറഞ്ഞത്? അത് തന്നെയല്ലേ ഈ വാക്യത്തിന്റെ അർത്ഥം? അത്രേ ഉള്ളൂ. ഉണ്ടായതിനെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളിത് ഉള്ളതുപോലെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കാണുന്നതൊക്കെ നമ്മൾ സത്യമാണ് അനുഭവിക്കുന്നത്, ഇതൊക്കെ ശരിയാണ് എന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷെ ശരിയായ ജ്ഞാനം നേടിക്കഴിയുമ്പോൾ മനസ്സിലാകും ഇതൊക്കെ മിഥ്യയാണ്, ശരിയല്ല എന്ന്. അപ്പൊ ഭക്തി വിട്ട് ഇപ്പൊ ജ്ഞാനത്തിലേക്കായല്ലേ? അതെ. കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ജ്ഞാനവും എത്തിച്ചേർക്കുന്ന ഭക്തിയിലാണ്. കാരണം ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഭഗവാനോട് പരമപ്രേമരൂപമായ ഭക്തി ഉണ്ടായാൽ മാത്രമേ മനുഷ്യജന്മം സഫലമായി തീരുകയുള്ളൂ. അവിടെയാണ് ഇതെത്തുന്നത്. ഈ അറിവുകളൊക്കെ എന്താണ്? ഇതിന്റെ കാരണസ്വരൂപനായി ഈശ്വരനിലേക്ക് ചെന്നെത്തി ആ പാരമാർത്ഥികമായ സത്ത എന്ന് ആത്മജ്ഞാനം ശരിക്കറിയുമ്പോൾ അതിന് കാരണക്കാരനാരും അവനോട് ഭക്തി ഉണ്ടാകും. അതുണ്ടാകുമ്പോൾ വിരക്തി ഉണ്ടാകും. ഭക്തിയെ വിടില്ല. ശ്ലോകത്തിലെ ലാസ്റ്റിലെ സെന്റൻസിൽ ഇതിന്റെ ആ കാര്യമായിട്ടുള്ള ആ കാതലായിട്ടുള്ള കാര്യം പറയുന്നുണ്ടല്ലോ. തേ ഭാരതി ഉരുവൃത്തിഭി ഉക്തജഡാൻ ഭ്രമയതി. അതെ, ഭ്രമയതി എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗുഹ്യതമോന്ന് ഇതുകൊണ്ടായിരിക്കും പറയുന്നില്ലേ? അതെ. നമുക്ക് ആലോചനയെ കൂടി ചെന്ന് എത്താൻ പറ്റുന്ന വിഷമമുള്ളത് തന്നെയാണ് എന്നുള്ള സത്യം നമ്മൾ ബോധ്യപ്പെടുത്തുക. ഇത് ഭാഗവതത്തിന്റെ അകത്ത് ഇത് ചേർത്ത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വ്യാസൻ ശ്രമിച്ചതിലാണ് അത്ഭുതം. ഭാഗവതത്തിന്റെ അകത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാകും നമുക്കൊരു സങ്കല്പമില്ലല്ലോ. അതെ, എന്തായാലും പ്രാമുഖ്യമുള്ള ഒരു ഗ്രന്ഥത്തിൽ വേദാന്ത തത്വങ്ങളെ അല്ലെങ്കിൽ ഉപനിഷത്ത് തത്വങ്ങളെ മറ്റൊരു രീതിയിൽ കൊണ്ടുവന്ന് ഇതിനകത്തിലങ്ങനെ ചേർത്തിണക്കി. അതെ. അതൊക്കെ കൊണ്ട് തന്നെ ആരും ഈ ഭാഗങ്ങളൊന്നും അങ്ങനെ സ്പർശിക്കാതെ. ഈ വേദസ്തുതി എങ്ങും എടുക്കാറില്ല. എടുത്താൽ തന്നെ ആദ്യത്തെ 1-2 ശ്ലോകം മാത്രം എടുത്ത് പറഞ്ഞു വിട്ടു പോവുകയുള്ളൂ. ബാക്കിയൊന്നും നോക്കാറില്ല.
ശരിയാ. നോക്കാൻ പുറപ്പെട്ടാൽ ഈ വൈഷമ്യമുണ്ട്. ഉണ്ട്. കാരണം സാധാരണക്കാർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്ന അല്ല, ശ്ലോകം. അത് അഥവാ പറയാൻ പുറപ്പെട്ട സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞ് ഫലിപ്പിച്ചെങ്കിലേ കാര്യമുണ്ട്. അല്ലെങ്കിൽ അത് നല്ല ശാസ്ത്രം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. ഇതെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1, 2, 3 ശ്ലോകങ്ങളല്ലേ ഒരു ദിവസം ഒന്ന് പറഞ്ഞ് ഒപ്പിക്കാനും പറ്റത്തുള്ളൂ. അതെ 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 അതെ. അതൊന്ന് ഒരു മണിക്കൂർ കൊണ്ട് അത്രയും ഇതൊക്കെ ഇതേമാതിരി സാറിന്റെ മാതിരി ഉള്ളവരുടെ മുന്നിൽ നിന്ന് കുറച്ചൊക്കെ എങ്കിലും പഠിക്കാൻ അതേ പറ്റത്തുള്ളൂ. അല്ല, എന്നെ പോലെ ആർക്കും പറ്റും. പഠിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനാരും മെനക്കെടാത്തോണ്ടായിരിക്കാം പഠിച്ച് പറയാം. ഇല്ല, മെനക്കെടാറില്ല, അതിനാരും മുമ്പോട്ട് വരാറുമില്ല. സാറിന്റെ ജീവിതം ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ വേണ്ടി കുറെയൊക്കെ മനസ്സിലാവുമായിരിക്കാം, പക്ഷെ അതിനാരും മെനക്കെടാറുമില്ല. ഇല്ല ഇല്ല, അതിനാരും മെനക്കെടാറുള്ളതാണ്. കുറച്ചൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, കുറച്ചെങ്കിലും. പക്ഷെ അതിന് മെനക്കടിയില്ല, അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചു പോകുകയാണ്. എന്നെങ്കിലും കള്ളത്തരം പിടികിട്ടും എന്നുള്ളത് ഓർത്തുകൊണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കള്ളത്തരം അനുഭവിക്കാവുന്ന സാധനം. അതെ അതെ. ഈ അനുഭവിക്കുന്ന കള്ളത്തരമൊക്കെ ഇത് കള്ളനാണയമാണ്, എന്തെങ്കിലും ഒരിക്കൽ പിടിപെടും എന്ന് ഒരു ബോധത്തോടു കൂടി അനുഭവിച്ചോളൂ, കുഴപ്പമില്ല. അല്ല, ഇത് വായിക്കാത്തിടത്തോളം അത് അങ്ങനെ തോന്നത്തുമില്ലല്ലോ. ഇല്ലില്ല ഇല്ല. അപ്പൊ നമുക്ക് വായിച്ച് അത്യാവശ്യമായില്ലേ? അത് അടുത്തതിലോട്ട് പതയിതമുത്ഥിതം പതിതി ചെന്നനുതർക്കഹതം വ്യഭിചരതി ക്വച മൃഷ ന തഥോഭയയുക് വ്യവഹൃതയേ വികൽപം ഇഷിതോ അന്ധപരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്തജഡാൻ. പതയിതമുത്ഥിതം പതിതി ചെന്നനുതർക്കഹതം വ്യഭിചരതി ക്വച മൃഷ ന തഥോഭയയുക് വ്യവഹൃതയേ വികൽപ ഇഷിതോ അന്ധപരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്തജഡാൻ. നയതിദമഗ്രാഫ ന ഭവിഷ്യതോ നിധനാത് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരഫേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപഥേർ വിദധമനോ വിലാപമൃതം ഇത്യപയന്ത്യബുധാഹം. ഇത് യാതൊരു കാരണം കൊണ്ട് ഇതം ഈ പ്രപഞ്ചം അഗ്രേ ആഫ ആദ്യം ഉണ്ടായി. അഗ്രേ ആദ്യം ന ആഫ ഉണ്ടായില്ല. ഈ പ്രപഞ്ചമല്ലല്ലോ ആദ്യം ഉണ്ടായത്, പിന്നെ ആരാണ്? പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഈശ്വര സങ്കല്പമാണ് ആദ്യം ഉണ്ടായത്. അതിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം മുഴുവൻ പിന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് ഭാഗവതവും നാരായണിയും ഒക്കെ പറഞ്ഞത് കൊണ്ടാണ്. ന സദേവ സൗമ്യ ഇതം അഗ്ര ആഫീദ് എന്ന് വേദവും പറഞ്ഞത് തന്നെയാണ്. ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല. ഉയക്തം ഇതെന്ന കിഞ്ചിതഭവത് പ്രാകൃത പക്ഷേ. നേരത്തെ നല്ല സ്പഷ്ടമാക്കിയത്. അപ്പം ഇത് ആ ഒറ്റ വരിയുടെ ആശയത്തെ നന്നാക്കി. അപ്പം യദിദം അഗ്ര ആഫ ന ഭവിഷ്യത് അതോ ആഫ ഇതുണ്ടായിരുന്നില്ല. നിധനാത് അനു നിധനത്തിന് ശേഷം, അതായത് ഈ പ്രപഞ്ചം അതിലേക്ക് ലയിച്ചതിന് ശേഷം ന ഭവിഷ്യത് ഇതിങ്ങനെ ഉണ്ടാകുകയില്ല, ഉണ്ടായിരുന്നില്ല, പിന്നെ ഭാവിയിൽ എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകുകയില്ല. ഇത് രണ്ടും എന്താണ്? ഇല്ലായ്മയല്ലേ വാസ്തവത്തിൽ. ഇത് വ്യക്താവ്യക്തം ഇതെന്ന കിഞ്ചിതഭവത് ഉണ്ടായിരുന്നില്ല, ഇനി എന്താണ്? ഭാവിയിൽ ഇത് ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? ഇല്ലാത്തല്ലേ. ഇതെങ്ങനെ ഉണ്ടാകാൻ പറ്റും? നിധനാത് അനു ഭവിഷ്യത് ന ഭവിഷ്യത് അതോ അതഹ അതുകൊണ്ട്
അന്തരാ മധ്യത്തിലുള്ളത്. ഇതം അന്തരാ ത്വയ് വിഭാതി, ഇടയ്ക്കുള്ളത് മാത്രമാണ് അങ്ങയിൽ കാണപ്പെടുന്നത്. മധ്യത്തിൽ ഏകരസേ ത്വയ്, കേവലനായിരിക്കുന്ന ഏകരസനായ അങ്ങയിൽ മൃഷാവിഭാതി, ഉള്ളതുപോലെ തോന്നിക്കുന്നു, മിഥ്യയായിട്ട് തോന്നിക്കാം. ഇപ്പം ഭൂതവും നമുക്കറിയില്ല, ഭാവിയും നമുക്കറിയില്ല, രണ്ടുമില്ലാത്താന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ കാണുന്ന വർത്തമാനം അങ്ങയിൽ കാണുന്നതും സത്യമല്ല. ത്വയ് മൃഷാഭവതി ഇതി അനുമിതം എന്ന് അനുമിക്കാനേ പറ്റുള്ളൂ. അനുമിതം അന്തരാത്വയ് വിഭാതി മൃഷീകരഫേ, അനുമിതം അനുമിക്കപ്പെട്ടതാണിത്. അതഃ ഉപമീയത്തെ ദ്രവിണജാതി വികൽപ്പപഥൈ, അതുകൊണ്ട് ദ്രവിണജാതി വികൽപ്പപഥൈ, ദ്രവിണം ദ്രവ്യങ്ങൾ, ദ്രവ്യങ്ങളുടെ കൂട്ടങ്ങളിലെ ഭേദത്തെ സംബന്ധിച്ചുള്ള ഓരോ സമ്പ്രദായം കൊണ്ട്, ദ്രവ്യ ജാതി വികൽപ്പ പഥങ്ങളെ കൊണ്ട്, അത് വേർതിരിച്ച് അത് ഇത് എന്നിങ്ങനെ വേർതിരിച്ചുള്ള ആ ഓരോ വഴിയിൽ കൂടി അസത്യമായിരിക്കുന്ന മനോവിലാസത്തെ, വിദധമായിരിക്കുന്ന മനോവിലാസത്തെ ഋതമിതി അപയന്തി അബുധാഹ, അബുധന്മാർ അത് സത്യമാണ് എന്ന് വിചാരിക്കുന്നത് അബുധന്മാരാണ്. ഒന്നിനു തുല്യമാണ് മറ്റൊന്ന് എന്നിങ്ങനെ ഇവിടെ ഈ കാണുന്ന ദ്രവിണജാതി വസ്തുക്കളെ തമ്മിൽ ഉപമിക്കുമ്പോൾ രണ്ടും വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്ന് അറിയുന്നില്ല. ഇതറിയാതെയാണ് ഉപമാനങ്ങൾ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല, നാളെ ഉണ്ടാവുകയില്ല. ഇതെങ്ങനെയാണ്? അനുമിക്കുകയാണ്. അനുമാനം കൊണ്ടാണ് ഇത് സാധിക്കേണ്ടത്. അപ്പൊ ഈ പ്രപഞ്ചം സത്യമാണെന്ന് കാണിക്കാൻ പ്രമാണവും യുക്തിയും ഒന്നും ഇല്ല എന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ കാണിച്ച് ഉറപ്പിച്ചു. ഇനിയും പ്രപഞ്ചം മിഥ്യയാണെന്ന് കാണിക്കാൻ വല്ല യുക്തിയും ഉണ്ടോ എന്ന് കാണിക്കാൻ പോവാണ്. പൂർവാപരങ്ങൾ അദൃഷ്ടങ്ങളാണ്, അവ്യക്തങ്ങളാണ്, അത് അനുമിക്കലാണ്. ഇപ്പൊ ഉള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ, ഇപ്പൊ ഉള്ളത് മാത്രവും സത്യവുമല്ല. അപ്പൊ ഈ പ്രപഞ്ചം ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എന്താണ്? ഇതിഹാസ പുരാണങ്ങളും വേദങ്ങളും ഒക്കെ എപ്പോഴും പറയുന്നതാണ് ഇതിനു മുമ്പ് ഇല്ലായിരുന്നു എന്ന്. അന്ന് ഏകനായ പരമാത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ വേദങ്ങൾ പറഞ്ഞു, പുരാണവും തന്നെയാ പറഞ്ഞു, മേൽപ്പത്തൂർ വരെയാ തന്നെയാ പറഞ്ഞേ. അപ്പൊ സൃഷ്ടിക്കുമ്പോ പ്രപഞ്ചമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രളയത്തിന് ശേഷം ഉണ്ടാവുകയുമില്ല എന്ന് നമ്മൾ ഊഹിക്കാം, അനുമാനം കൊണ്ടെടുക്കുക. നേരത്തെ ഇല്ലാത്തതാണെങ്കിൽ ഇനിയും സൃഷ്ടിക്ക് ശേഷം അതെന്താണ്? ഉണ്ടാവുകയില്ലല്ലോ. അപ്പൊ രണ്ടും കൊണ്ടുപോകും. അപ്പൊ ആദ്യമില്ല, അവസാനവുമില്ല. ആദ്യന്തരഹിതനായതുകൊണ്ട് മധ്യത്തിൽ കാണപ്പെടുന്ന ആ ഈശ്വര സത്ത, മധ്യത്തിൽ മാത്രം കാണപ്പെടുന്ന ഈ മധ്യം വാസ്തവമല്ല, പിന്നെന്താണ്? മിഥ്യയാണ്. അങ്ങനെ ആയാൽ സ്വർണം, മണ്ണ് മുതലായിരിക്കുന്ന ദ്രവ്യ പദാർത്ഥങ്ങളുണ്ട്, അതൊക്കെ ദ്രവ്യങ്ങളാണ്. ആ ദ്രവ്യഭേദങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന കുടവും കമ്മലും മാലയും ആഭരണങ്ങളും എല്ലാം ഒന്നിന് മറ്റൊന്ന് കാരണമാണ്. കുടത്തിന് മണ്ണ് കാരണമാണ്, ആഭരണത്തിന് സ്വർണം കാരണമാണ്. ഇങ്ങനെ കാരണമായിരിക്കുന്നു എന്ന് യുക്തിപ്രമാണം കൊണ്ട് നമുക്ക് തീരുമാനിക്കാനേ പറ്റുള്ളൂ. കാരണം മണ്ണ് തന്നെയാണ് കുടത്തിലും, സ്വർണം തന്നെയാണ് ആഭരണത്തിലും. അതുകൊണ്ട് മണ്ണിൽ നിന്ന് കുടമുണ്ടായി എന്ന് പറയുന്നത് ഒരു യുക്തിപ്രമാണം കൊണ്ട് സാധിക്കാം എന്നുള്ളതല്ലാതെ
നേരത്തെ ഇതുണ്ടായിരുന്നതാണോ, ഇനി ഇതുണ്ടാകാതിരിക്കുമോ, ഇവയൊക്കെ കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഇപ്പൊ നമ്മൾ കൺമുമ്പിൽ കാണുന്നതിന് മാത്രമല്ലേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളായ ഇപ്പൊ കാണാൻ പറ്റുന്ന ഈ കുടം, ചരുവം, പാത്രം, അവരകൂജ, ഇതൊക്കെ പേരുകളാണ് എന്ന് മനസ്സിലാക്കണം. മണ്ണിന്റെ വകഭേദങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കണം. സ്വർണത്തിന്റെ വകഭേദങ്ങളാണ് മാല, കമ്മല് എന്നൊക്കെയുള്ളത് ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. അത് അതിന്റെ വികാരത്തെ കാണിക്കാനുള്ളൊരു പേരാണ്. മണ്ണിന്റെ വികാരത്തെ കാണിക്കാൻ കുളം എന്നൊരു പേരിട്ടു. അത് മണ്ണിന്റെ മാറ്റം കൊണ്ടുണ്ടായ ഒരു വികാരത്തിന്റെ വസ്തുവാണ് എന്ന് മാത്രമേ അതിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എത്രയെത്ര വസ്തുക്കൾ ഉണ്ടാക്കിയെടുത്താലും മണ്ണിന് മാറ്റം ഉണ്ടാവില്ല, സ്വർണത്തിന് മാറ്റം ഉണ്ടാവില്ല. അതുപോലെയാണ് കാര്യങ്ങളായ പഞ്ചഭൂതങ്ങൾ, പൃഥ്വി, തേജോ, വായുവകാശങ്ങൾ, ഇതൊക്കെ പേരുകളല്ലേ. സ്വർണത്തിൽ നിന്നും ആഭരണങ്ങളുടെ പേരുകൾ ഉണ്ടാക്കുന്നത് പോലെ പൃഥ്വി, തേജോ, വായു, ആകാശങ്ങൾ, ഇതൊക്കെ പേരുകൾ തന്നെയാണ്. അവയ്ക്ക് കാരണം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെ പരിണമിച്ച് മറ്റൊരു പേരിൽ അറിയപ്പെട്ടതാണ്. ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായത് എന്ന് പറയുന്നതിനേക്കാൾ ഭേദം അതിന്റെ വികാരമാണ്. മണ്ണിന്റെ വികാരമാണ് കുടവും ചരുവവും പൂജയൊക്കെ. കാരണം അതിൽ എന്തുണ്ട്? മണ്ണിന്റെ അംശം തന്നെയുണ്ട്, അതില്ലാതിരിക്കാൻ പറ്റില്ല. അതിന്റെ പ്രധാന കണ്ടന്റാണ്. ആകൃതി മാത്രമല്ലേ ഉള്ളൂ മാറുന്നേ. ആകൃതി ഇല്ലാത്ത മണ്ണിന് ഒരാകൃതി ഉണ്ടാക്കി കൊടുത്തു. നിരാകൃതിയായ ബ്രഹ്മത്തിന് ഒരാകൃതി ഉണ്ടാക്കി കൊടുത്തു. അഗ്നി, ജലം, വായു, ആകാശം എന്നൊക്കെ. അപ്പൊ ഇവിടെ സത്യമായിരിക്കുന്നത് കുടവും സ്വർണവുമാണ് എന്നതുപോലെ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ, ലോകങ്ങളിൽ ഓരോ പേര് കൊടുത്ത് ലോകങ്ങളും പ്രപഞ്ചത്തിലെ വസ്തുക്കളും പദാർത്ഥങ്ങളും ഒക്കെ പേരിടുമ്പോൾ അതൊക്കെ ഈ ബ്രഹ്മമായ സത്യന്റെ വികാരങ്ങളാണ്. അതിൽ നിന്നുണ്ടായത് എന്ന് പറയണമെന്നില്ലല്ലോ. അപ്പൊ മുമ്പത്തെ ശ്ലോകത്തിന്റെ ബാക്കി പൂർത്തീകരിക്കുകയാണ്. അതിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നത്. അതിന്റെ വികാരമാണെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഇങ്ങനെ പ്രപഞ്ചം മിഥ്യയാണെന്നും ബ്രഹ്മം സത്യമാണെന്നും ശ്രുതിവാക്യങ്ങളും അനുമാന പ്രമാണങ്ങളും ശരിക്ക് ധരിച്ചിട്ട് വൈരാഗ്യം ഉണ്ടാകും. എന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഗുരുവിനെ ആശ്രയിച്ച് ഭക്തിയോടുകൂടി കാലം കഴിച്ചു കൂട്ടുന്ന മനുഷ്യന്, അവരാണ് യഥാർത്ഥ മനുഷ്യർ എന്ന വാക്കിന് അർത്ഥം. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സത്യപദാർത്ഥത്തെ അറിയാതിരിക്കുമ്പോൾ അതിനെ മറ്റു പദാർത്ഥം എന്ന് തെറ്റായുള്ള ബോധം കൊണ്ട് ആണ് അതിനെ മിഥ്യ എന്ന് പറയുന്നത്. മുയൽക്കൊമ്പ് പോലെ തീരെ ഇല്ലാത്തതല്ലല്ലോ ആത്മാവെന്നുള്ളത്. മുയൽക്കൊമ്പ് പോലെ ഇല്ലാത്ത വസ്തുവല്ലല്ലോ. അപ്പം അജ്ഞാനം കൊണ്ട് ആണ് ഒരു വസ്തു ഇല്ല എന്ന് പറയുന്നത്. അതിനെയാണ് അജ്ഞാനത്തെയാണ് മിഥ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് മിഥ്യാഭൂതമായ നാമരൂപാത്മകമായ ഈ ലോകം വ്യവഹാരയോഗ്യമായി കാണപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ശരിയായ ജ്ഞാനം ഉദിക്കുമ്പോൾ സത്യമായ വസ്തു ബോധ്യപ്പെടും. മിഥ്യാബോധം അതോടെ തീരുകയും ചെയ്യും. ഇതൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ശ്ലോകം. ഇതും അതിൻ്റെ ഒരു ബാക്കി തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഈ തർക്കത്തിൽ ഇനിയും പറയാൻ പോകുന്ന പ്രത്യക്ഷം വിട്ടിട്ട് അനുമാനം, ഉപമാനം സ്വീകരിച്ചിരിക്കുകയാണ്. രണ്ടെണ്ണം, 4 പ്രമാണങ്ങളാണ്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. 4 കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? വസ്തുവിന്റെ സാക്ഷാത്കാരം ഉറപ്പാക്കാൻ. പ്രത്യക്ഷം പറ്റാത്തടത്ത് അനുമാനം, അത് പറ്റാത്തടത്ത് ഉപമാനം, അത് പറ്റാത്തടത്ത് ശബ്ദം. 4 കൂടി ഇവിടെ ഉണ്ടാക്കാൻ പോവാം. അവിടെയാണ് വ്യാസന്റെ ഒരു കഴിവ്. തർക്കശാസ്ത്രകാരനെ ഏതെങ്കിലും ഒന്നിനെ സ്വീകരിക്കുള്ളൂ. ഇത് അദ്ദേഹം 4 കൂടി അവതരിപ്പിച്ചിട്ട് 4ലും കൂടി ഈ പ്രപഞ്ചം മിഥ്യയാണ്,
സത്യമല്ല എന്നൊരു അവബോധത്തെ ഉണ്ടാക്കി തരിക. അതുകൊണ്ടാണ് യതിദമഗ്ര ന ആഫ ന ഭവിഷ്യത് നിധനാത് അതോ അനുമിതം അന്തരാത്വൈ വിഭാതി മൃഷൈകരഫേ അതഃ ഉപമീയതേ ദ്രവിണജാതി വികൽപ്പപഥൈ വിദധ മനോവിലാസം ഋതം ഇതി അവയന്തി അബുധാഹ. അബുധന്മാര് ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കും, ബുധന്മാര് അസത്യമാണെന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ. അതിനാണ് ഈ കുടവും സ്വർണവും ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ കുടത്തിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് കുടമുണ്ടായത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മണ്ണിന്റെ വികാരമാണ് കുടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പേര് മാറി എന്ന് മാത്രമേ ഉള്ളൂ, കുടം എന്ന് പേരായി എന്ന് മാത്രമേ ഉള്ളൂ. ഈ മണ്ണിന്റെ സത്ത കുടത്തിൽ നിലനിൽക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നാമരൂപങ്ങൾ കൊണ്ടുള്ള പദാർത്ഥങ്ങൾ ധാരാളം നിലനിൽക്കുന്നു. അതൊക്കെ ബ്രഹ്മത്തിന്റെ പരിണാമങ്ങളാണ്, വികാരങ്ങളാണ്, മാറ്റങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ പ്രപഞ്ചം, മിഥ്യയായ പ്രപഞ്ചത്തിൽ ഈശ്വരന്റെ സത്ത ഓരോ വസ്തുക്കൾ കൂടി നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതറിഞ്ഞാൽ ഭക്തി ഉണ്ടാകും. ഇതൊന്നും ഉണ്മയിൽ നിന്നെന്നുള്ളതും ഉണ്മയുടെ വികാരം എന്ന് പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമാണ് നോക്കണം. അതിനാണ് ഈ രണ്ട് ഉദാഹരണം അവതരിപ്പിച്ചത്. എത്ര മനോഹരമായിട്ട് ആ ഒരു ടെക്നിക്കൽ, ആ ഒരു എന്താ പറയുക, സാങ്കേതിക പദം കൊണ്ട് തന്നെ എങ്ങനെ മനസ്സിലാവും? ശാസ്ത്രീയമല്ല എന്നെങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളതില്ല. സംഭവം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അതിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് ആണ് എന്ന് പറയുമ്പോൾ അവിടെ സാങ്കേതിക പ്രശ്നം. അപ്പൊ ബ്രഹ്മത്തിന്റെ വികാരമാണ് എന്ന് പറയുമ്പോൾ അത് ഇല്ലാതെയാകും. എത്ര എല്ലാം നാമരൂപങ്ങളുടെ കളികളല്ലേ? അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് സാറെ ഖല്ലിദം ബ്രഹ്മ എന്ന് പറയുന്ന ഇതും തമ്മിൽ അർത്ഥമല്ലേ? അതെ അതെ, അത് തന്നെയല്ലേ ഉദ്ദേശിക്കുന്ന മുഴുവനല്ലേ? ഇതിലെല്ലാം ആ സത്തയുണ്ട്. പക്ഷെ ആ സത്തയെ വേണം മനസ്സിലാക്കാൻ. ഉപനിഷത്ത് സാറ് പഠിപ്പിച്ചത് ഇത് തന്നെയല്ലേ? ഞങ്ങളെ ഇത് തന്നെയല്ലേ ഉപനിഷത്ത് പഠിപ്പിച്ചത്? തന്നെ അതല്ലേ ഉപനിഷത്ത് പഠിച്ചത് വളരെ അനായാസമായിട്ട് കിട്ടാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പം എന്താണ് ഈ കുടമെന്നല്ല ഇതൊക്കെ മണ്ണാണ് എന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ, ആഭരണങ്ങളല്ല ഇതൊക്കെ സ്വർണ്ണമാണെന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ, അതിലുള്ള സത്തയെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഈ കാണപ്പെടുന്ന ഒരു അഭേദം. അതുകൊണ്ടാണ് ബ്രഹ്മത്തിന്റെ വികാരമാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞത്. മറ്റൊരു ഉദാഹരണത്തെ കൂടി പറഞ്ഞു. എത്ര സത്യമാണ്! അതിന് ഓരോ പേര് കൊടുത്താണ്. അഗ്നി, ജലം, വായു എന്നൊക്കെ പേര് കൊടുത്താണ്. അതിൽ നിന്നും ഇത് ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ ഭേദം അതിന്റെ വികാരമാണ് എന്ന് പറഞ്ഞ് അത് ഒരു എന്താണ്, ബാക്കി പൂർവാപരങ്ങൾ നമുക്ക് അനുമിച്ച് ഇല്ലാത്തതാണ് എന്ന് ബോധ്യപ്പെടുന്നത് പോലെ ഇനി ഉണ്ടാവില്ല എന്നും അനുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാം. ഇപ്പൊ ഈ കാണുന്ന ഇടയ്ക്കുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അനുഭവഗോചരമാവുകയുള്ളൂ. അത് സത്യമായതാണ്. ഏതാണ്ട് ഒരു വിധമായോ? പറഞ്ഞതുപോലെ ഉപനിഷത്തുകളും ഒക്കെ പഠിച്ചവർക്ക് ഇത് കുറച്ച്, അല്ലാത്തൊക്കെ ഒന്നും കിട്ടില്ല. വെറുതെ ചുമ്മാ വായിച്ചു വിട്ടു പോകാനേ പറ്റുള്ളൂ, ഒന്നും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ തർക്കവും ന്യായവും ആ കുറച്ച് ഒന്ന് ഒരു പരിചയപ്പെട്ടവർക്ക് സാങ്കേതിക പദങ്ങളും ഒക്കെ ആയിട്ട്. ഭാഗവതം കൈവെക്കാത്ത ഒരു ഫീൽഡില്ല, ഒരു വിജ്ഞാനവും ഇല്ല. ഇതിലാണ് ഭാഗവതത്തിൽ കൂടി എന്തൊക്കെയാ പഠിപ്പിക്കുക. എല്ലാ ശാസ്ത്രങ്ങളും കൊണ്ടുവന്നിട്ടില്ല, മക്കളിന്റെ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. നേരത്തെ കൂടുതൽ വേദാന്തത്തെയും അതുപോലെ പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒന്ന് വേദാന്തം, വേദാന്തമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് ഈ ന്യായമീമാംസകൾ അതിന് ഉദാഹരണമായി സ്വീകരിച്ചിട്ട് ഈ തർക്കത്തെ പരിഹരിക്കാൻ വേണ്ടി മാത്രം ഈ വഴി കൂടി കണ്ടെത്തിയതാണ്. അപ്പൊ തർക്കം പരിഹരിക്കപ്പെടും. അതിനു വേണ്ടി പിന്നെ വേദാന്തം തന്നെയാണ് മെയിൻ.
പിന്നെ 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 സാഖ്യ ദർശനവും കുറെ ഉണ്ടുണ്ട്. ദർശനങ്ങളെല്ലാം അത് സ്വീകരിച്ചത്. ന്യായവും വൈശിഷ്ട്യവും തർക്കവും ന്യായവും വൈശ്ലേഷികവും ഒക്കെ വളരെ കുറച്ച്. ദർശനം. പക്ഷെ ഇവിടെ അത് ശരിക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ട് പ്രയോഗിച്ചു. നയദിതമഗ്ര ആഫന ഭവിഷ്യതോ നിധനാത് അനുമിതമന്തരാ വിഭാതി മൃഷൈകരഫേ അത ഉപമീയത്തെ ദ്രവിണജാതികൽപപഥൈ വിദഗ്ധമനോ വിലാപം ഋതമിത്യവയന്ത്യബുധാഃ നയദിതമഗ്ര ആഫന ഭവിഷ്യതോ നിധനാത് അനുമിതമന്തരാ വിഭാതി മൃഷൈകരഫേ അത ഉപമീയത്തെ ദ്രവിണജാതികൽപപഥേ വിദഗ്ധമനോ വിലാപം ഋതമിത്യവയന്ത്യബുധാഃ. അത്യാവശ്യമായോ? ഇനി സാർ പഠിപ്പിച്ചതൊക്കെ മനസ്സിലാവും, പക്ഷെ വായിക്കുമ്പോ ഇതൊന്നും മനസ്സിലേക്ക് വരില്ല. അതല്ല, വായിക്കുമ്പോ വായിച്ചു വിട്ടാൽ മതി, പഠിക്കുമ്പോ മതിയല്ലോ. സാറേ ഈ അവസാനത്തെ ലൈനില് ഈ വിദഗ്ധ മനോവിലാസമൃതമിത്യവയന്തി അബുധ എന്നാണോ ബുധ എന്നാണോ സാറേ? അവയന്ത്യബുധ. അബുധാണ്. അബുധന്മാരാണ് ഇത് ബുധന്മാരാണ് സത്യമാണെന്ന് വിചാരിക്കുന്നു. ഭാരതി എന്നുള്ള വാക്കിന് വാക്കെന്ന് മാത്രമേ അർത്ഥമുള്ളൂ സാറേ. ഇവിടെ അർത്ഥം. വാക്കിന്റെ ദേവതയും ഭാരതയാണ്. വാക്കുമായിട്ട് ബന്ധപ്പെട്ടതിനൊക്കെ ആ പദം ഉപയോഗിക്കാം. ഇനി നമുക്ക് 4 ശ്ലോകം കൂടെ ഉള്ളൂ. ആ 4 ശ്ലോകം കൊണ്ട് ഇത് ഉപസംഹരിക്കാൻ. ആ 4 ശ്ലോകത്തിലും ചില ശാസ്ത്ര വിഷയങ്ങൾ കൂടി കടന്നിട്ടാണത് ഉറപ്പിച്ച് പൂർണ്ണമാക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം കാണാം. എന്താ പറഞ്ഞേ, ഒരു പ്രകരണമായിരുന്നു. നല്ല ഇതുവരെ പഠിച്ചതിലേക്കും പറ്റിയ ഏറ്റവും നല്ല പ്രകടനം. അതെ അതെ, ഭാഗവതത്തിൽ നമുക്ക് ശാസ്ത്രം നന്നായിട്ട് പ്രയോഗിച്ച് യുക്തിഭഗമായിട്ട് ബ്രഹ്മസത്യം ജഗൻ മിഥ്യാന്ന് സാധിക്കാൻ പുറപ്പെട്ടതിന്റെ ഒരു അടയാളം. നന്നായിരിക്കും. അധികം ആൾക്കാരൊന്നും ഇതിനെക്കുറിച്ച് പരാമർശിക്കുക പോലും ചെയ്യാതെ വിടുന്ന ഒരു ഭാഗത്തെ ആ സാർ ഇത്രയും ഹൈലൈറ്റ് ചെയ്തിട്ട് അല്ല, ഇത് എടുക്കുന്നതിന് മുന്നേ പുസ്തകം കൂടെ ഇറക്കിയത് കൊണ്ട് വളരെ അതെ അതെ, ആ ശ്രുതിയും കൂടെ വായിക്കുമ്പോൾ കുറച്ചുകൂടി ശരിയാണ് കിട്ടാൻ കാരണമാകുന്നത്. നാമവും രൂപവും ഒക്കെ അപ്രസക്തമാണെന്ന് വെറുതെ വായിക്കുമ്പോ ഒന്നും തോന്നുന്നില്ല. പക്ഷെ ഇതിന്ന് പഠിക്കുമ്പോൾ തോന്നില്ല. ഇതിന്ന് മനസ്സിലാവുന്നുണ്ട് നല്ലപോലെ. അപ്പൊ നമ്മൾ യുക്തിയിൽ ഉറച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതെ, നീ ഞാൻ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ആ വ്യത്യാസം ഇല്ലാതാവണം എന്നല്ലേ പറയുന്നത്. അതെ അതെ, അതില്ലാതാവും. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന കൽപ്പിതം ശങ്കരാചാര്യ സ്വാമികള് പറഞ്ഞത് ഈ ആചാര്യ ഫാമിലി ഇത് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്. ക്ഷമിക്കണം അല്ലെ, ക്ഷമിക്കണം ഇത് കൽപ്പിച്ചതിനൊന്ന്. എന്നാ ഇന്ന് ഉപസംഹരിക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. ഇനിയുണ്ടല്ലോ, ഞാൻ 1-2 ദിവസങ്ങളുടെ ചെയ്ത് ശ്രുതിഗീത നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. വേദം നമ്മളെ പിടിച്ചകത്തിട്ടിരിക്കുക. അതിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്തായാലും പത്രം തുടങ്ങുന്നതിന് മുന്നേ തീരുമല്ലോ അല്ലേ സാറേ? മുമ്പ് തീർക്കാം. അല്ലെങ്കിൽ പിന്നെ വീണ്ടും അടുത്ത വർഷത്തേക്ക് പോകും. അതെ 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 അതെ. 1-2 ക്ലാസ് കൊണ്ട് തീർക്കാനേ ഉള്ളൂ. ചിലപ്പോൾ 2 ക്ലാസ് കൊണ്ട്, ചിലപ്പോൾ 1 ക്ലാസ് മതിയാവും. പിന്നെ അതിന്റെ ബാക്കി കുറച്ച് ശ്ലോകം ഉണ്ട്, അതൊക്കെ തീർത്ത് ഞാൻ അധ്യായം ചെയ്യും. പിന്നെ 3 അധ്യായം, പിന്നെ 88-89 ഉണ്ട്. 3 അധ്യായം കൂടെ ഉള്ളൂ. അതുകൊണ്ട് ദശമം തീരും. നമ്മുടെ മറ്റേ ക്ലാസ്സിലും 3-4 അധ്യായം ഉള്ളൂ. അതും അപ്പോഴത്തേക്ക് തീരും. പിന്നെ നമുക്ക് ഏകാദശത്തിലേക്ക് കടന്നാൽ മതി. ഇന്ന് പ്രസംഹരിക്കാം അല്ലേ? എന്ന് പ്രസംഹരിക്കാം. മതിയാവുന്നില്ല അല്ലേ? കേൾക്കും തോറും പിന്നെയും അതിന്റെ ഒരു മാറ്റങ്ങളാണ്.
വെറുതെ കഥ പറഞ്ഞു പോവല്ലല്ലോ. അല്ല ഒന്നുമല്ല, ഒരു കഥയിലില്ല. അത് ഉള്ളിലോട്ട് ശരിക്കും ഉറപ്പിക്കാൻ അങ്ങോട്ട്. ആ അത് പല പ്രാവശ്യം കേൾക്കുമ്പോഴേ ഉള്ളൂ. ഇത് ആദ്യമായി ഒറ്റ പ്രാവശ്യമല്ലേ കേൾക്കുന്നത്. ഇതൊരു 10 പ്രാവശ്യം കേൾക്കണം ഇങ്ങനെ തന്നെ, അപ്പോഴേ ഓർക്കുള്ളൂ. അതിനാ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പിന്നെയും കേൾക്കുക. അത് ശരിയാ. 10 പ്രാവശ്യം കേട്ടെങ്കിൽ ഇത് ഉറക്കുള്ളൂ, ഒരു പ്രാവശ്യം കൊണ്ട് ആവില്ല. ഇല്ലല്ലൊന്നും 1-2 പ്രാവശ്യം കൊണ്ടൊന്നും ആയില്ല. അതുകൊണ്ട് വീണ്ടും അതിനാ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം അതാണ്. ഇനിയിപ്പോ വേറെ ആര് പറഞ്ഞു കേൾക്കാനാന്ന് ചോദിച്ചാൽ ഇത് തന്നെ വീണ്ടും കേൾക്കുക. അതെ. ഒരു 5 പ്രാവശ്യം കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരാൾക്ക് ബോധത്തിലേക്ക് എത്താം. ചെറിയൊരു വെളിച്ചമൊക്കെ കടന്നു വരും. അത്രയുള്ള. അതുകൊണ്ട് കിട്ടാതെ വരുമ്പോ ഇത് വീണ്ടും കേൾക്കുക. വെറുതെ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി. പല പ്രാവശ്യം കേൾക്കുമ്പോൾ ഉള്ളിൽ ഉറക്കാൻ കാരണമാകും. അല്ല, ഇതുവരെ ഇത് വായിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരമുള്ളായിരുന്നു. ഇപ്പൊ ഇത് അർത്ഥം കൂടെ അത്ര ബുദ്ധിമുട്ടാണ്. അതെ, സപ്താഹം വായിച്ചപ്പോ വായിക്കാൻ ഇത്തിരി പാടുള്ള ഒരു സംഭവമാണെന്നേ വിചാരിച്ചുള്ളൂ. ഇത്രയൊക്കെ ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞില്ല. പഠിച്ചു വന്നിട്ടാണ് ഇത്രയും ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞത്. പറഞ്ഞ പോലെ സപ്താഹത്തിന് ഈ ശ്ലോകങ്ങളൊക്കെ എങ്ങനെയാ വായിച്ചത്? ഹൈ സ്പീഡിൽ വായിച്ചങ്ങ് വിട്ടുപോകും. അതൊക്കെ സാറ് ഞങ്ങൾ ശരി ഇങ്ങനെ നേരത്തെ ഇങ്ങനെ പിരിച്ചിടും ഓരോ ഭാഗങ്ങൾ, എന്നിട്ട് വായിക്കും. ഇതൊക്കെ 5 മിനിറ്റ് വായിച്ചിരുന്ന അധ്യായമാണ്. ശ്രുതിഗീത അധ്യായം 6-7 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കും. അല്ല, ഈ പ്രാവശ്യം വായിക്കുമ്പോ ശരിക്കും ഇത് കുറച്ചൊക്കെ ഉൾക്കൊണ്ട് വായിക്കാൻ കഴിയും. വായിക്കാൻ പറ്റും, കുറേയൊക്കെ വായിക്കാനും പറ്റും. അതെ. ഇത് വരികയല്ലോ സാറേ, നമ്മൾ കഴിഞ്ഞ ഈ ഭാഗമൊന്നും വരികയല്ലോ നമുക്ക്. എവിടെങ്കിലും വായിക്കുമ്പോ പക്ഷെ അതിന് സമയം കിട്ടുകയാണ്. ആ കുഴപ്പം. അതെന്ന് പറഞ്ഞ 6-7 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കൊണ്ടാണ് ഇത് ഈ ശ്രുതിഗീത. 7 മിനിറ്റ് കൊണ്ടോ? എന്തൊക്കെയായിരിക്കും വായിക്കുന്നത്? 7-8 മിനിറ്റ് കൊണ്ട് ഈ അധ്യായം വായിച്ചു തീർക്കണം. എന്നാലേ അവരുടെ അടുക്കനുസരിച്ച് വായന പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് പറയാ നമ്മൾ നേരത്തെ ദിവസങ്ങളോളം ഇരിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന് സ്വാമിയാർമഠത്തിൽ ഇത് തന്നെ വായിച്ചിട്ട് വന്നതാട്ടോ. ഇന്നതായിരുന്നോ? ശ്രുതിഗീതയായിരുന്നു. അവിടെ വരെ എത്തിയോ? നാളെയും കൂടെ തീരും. ശ്രുതിഗീതയായിരുന്നു ഇന്ന്. ശ്രുതിഗീത ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉച്ചക്ക് പോകുന്നു. അന്നേരം ദശമത്തിലെ ലാസ്റ്റ് അധ്യായം. ഇനി വായിക്കുമ്പോ ഒന്നുകൂടെ മനസ്സിലാക്കി തന്നെ വായിക്കാം. നമുക്കിന്ന് പ്രശ്നഹിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.